ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ആൻഡ്രൂസ് പിതാവ് ശുദ്ധി കലശം തുടങ്ങി. എറണാകുളം വിമത വൈദികർ കട്ടക്കലിപ്പിൽ. ഇത് ഞാൻ വിടുവായത്തം പറയുന്നതോ വെറുതെ പറയുന്നതോ അല്ല. ശിക്ഷാ മുന്നറിയിപ്പ് കൊടുക്കുക, താക്കീതോടു കൂടെയുള്ള അറിയിപ്പ് കൊടുക്കുക, കാനൂനിക ശിക്ഷാ നടപടികൾ ആരംഭിക്കുക, അനുസരിക്കാൻ തയ്യാറായില്ലെങ്കിൽ അനുസരിപ്പിക്കുക. ഫ്രാൻസിസ് മാർപ്പാപ്പ ആൻഡ്രൂസ് പിതാവിനോട് പറഞ്ഞതാണ്. അവരോട് അനുസരിക്കാൻ പറയുക, അനുസരിച്ചില്ലെങ്കിൽ അനുസരിക്കാൻ പഠിപ്പിക്കുക. ഒരു മെത്രാൻ്റെ ചുമതലയാണ് അത് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ആൻഡ്രൂസ് പിതാവിനോട് പറഞ്ഞു. മാത്രമല്ല, എറണാകുളത്തിൻ്റെ മറ്റൊരു തട്ടിപ്പും പുറത്തായി. അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും കലിപ്പ്. എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത്? ആദ്യം നമുക്ക് ഈ ശിക്ഷാ നടപടികളുടെ ഒരു ചെറു രൂപം കാണാം, എന്നിട്ട് വിശദാംശങ്ങൾ കാണാം. 2022 ഒക്ടോബർ 12 ഫ്രാൻസിസ് മാർപ്പാപ്പ താഴത്ത് പിതാവിനോട് പറഞ്ഞു, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരോട് അനുസരിക്കാൻ പറയുക, അവരോട് അനുസരിക്കാൻ പറയുക, അനുസരിക്കാൻ മടിക്കുന്നവരെ അനുസരിപ്പിക്കുക. ഈ അനുസരിപ്പിക്കുന്ന പ്രക്രിയയിൽ പ്രധാനമായിട്ട് ചില കാര്യങ്ങളുണ്ട്. അത് ഞാനൊന്ന് പെട്ടെന്ന് സൂചിപ്പിക്കാം. കുറ്റം ചെയ്തവർക്ക് ശിക്ഷാ മുന്നറിയിപ്പ് നൽകുകയാണ് ആദ്യപടി. ഇംഗ്ലീഷിൽ പീനൽ വാർണിംഗ് എന്ന് പറയും. പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള കാനൻ നിയമം CCEO, അതിൽ കാനൻ 1414 2-ാം വകുപ്പാണ്. അതനുസരിച്ച് കുറ്റം ചെയ്തവർക്ക് ശിക്ഷാ മുന്നറിയിപ്പ് പീനൽ വാർണിംഗ് നൽകും. 2022 ഒക്ടോബർ 9 സർക്കുലർ വായിക്കാത്തവർക്കും അതിനെ അവഹേളിച്ചവർക്കും കത്തിച്ചവർക്കും അത് തുപ്പിയവർക്കും കുപ്പത്തൊട്ടിൽ കൊണ്ടുപോയിട്ടവർക്കും പള്ളികളിൽ നിയമവിരുദ്ധമായി കുർബാന അർപ്പിക്കുന്നവർക്കും ശിക്ഷ ചുമത്തുമെന്നുള്ള താക്കീതോടെയുള്ള മുന്നറിയിപ്പാണ് രണ്ടാമത്. അതിനെ പീനൽ പ്രീസെപ്റ്റ് എന്നാണ് നിയമത്തിൽ പറയുക. പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള കാനൻ നിയമം 1406 2 വകുപ്പാണ്. ഇതിൻ്റെ വിശദാംശങ്ങൾ ജെയിംസ് പാമ്പാറാച്ചന് കർമ്മലകുസുമത്തിൽ നവംബർ 22 ഇറങ്ങിയ കർമ്മലകുസുമത്തിൽ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കത് റെഫർ ചെയ്യാവുന്നതാണ്. ഞാനതും റെഫർ ചെയ്തിട്ടാണ് നിങ്ങളോട് പറയുന്നത്. എന്നിട്ടും ഈ 2 പീനൽ വാർണിംഗ്, പീനൽ പ്രിസെപ്റ്റ്, കുറ്റം ചെയ്തവർക്ക് ശിക്ഷാ മുന്നറിയിപ്പ്, പിന്നെ ശിക്ഷ ചുമത്തുമെന്നുള്ള താക്കീതോടെയുള്ള ഭീഷണിയോടെയുള്ള മുന്നറിയിപ്പ്, പീനൽ പ്രിസെപ്റ്റ്, ഇത് രണ്ടും കൊടുത്തിട്ടും നിയമം ലംഘിച്ചാൽ കാനോനികമായി ശിക്ഷിക്കും. കാനോനികമായി ശിക്ഷിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. അതിനു മുൻപ് ഇതൊക്കെ നടപടികൾ അതിൻ്റെ പ്രോസസ്സിലാണ്. അതിനു മുമ്പേ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എപ്പാർക്കിയൽ കൂരിയായിൽ ശുദ്ധി കലശം തുടങ്ങിക്കഴിഞ്ഞു. അതൊരു കള്ളന്മാരുടെ ഗുഹയായിരുന്നു. ലോകത്തേതെങ്കിലും ഒരു രൂപതാ മന്ദിരത്തിൽ വൈദികർ സ്വയമേവ സമ്മേളിക്കുക, എന്നിട്ട് സഭയ്ക്കെതിരെ തീരുമാനമെടുക്കുക. നിങ്ങൾ കേട്ടുകേൾവിയുണ്ടോ എവിടെയെങ്കിലും? ലോകത്തെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? രൂപത മെത്രാൻ്റെ അനുവാദമില്ലാതെ അച്ഛന്മാർ വെറുതെ അങ്ങ് കയറി ചെല്ലുക, എന്നിട്ട് അവിടെ കൂട്ടം കൂടി ആ മെത്രാനെതിരെയും സഭയ്ക്കെതിരെയും തീരുമാനങ്ങൾ എടുക്കുക. ഇതിനെയാ ജനാധിപത്യം എന്ന് പറയുക. നമ്മൾ പ്രജാധിപത്യം ജനാധിപത്യം എന്ന് പറഞ്ഞിട്ട് നിയമസഭയിൽ നമുക്ക് ഓടിച്ചെന്ന് അവിടെ ചെന്നിരിക്കാൻ പറ്റുമോ? ഞാൻ നികുതി നൽകുന്നതാണ്, അതുകൊണ്ട് എനിക്കിവിടെ കയറി ഇരിക്കണമെന്ന് പറയാൻ പറ്റുമോ? ഞാൻ നികുതി കൊടുക്കുന്നതാണ്, പാർലമെൻറ്റിൽ എനിക്ക് അവിടെ കയറി ഇരിക്കണമെന്ന് പറയാൻ പറ്റുമോ? അതിനെയാണോ ജനാധിപത്യം എന്ന് പറയുക? തോന്നിയ പോലെ ചെയ്യുന്നതിനെയാൽ ജനാധിപത്യം എന്ന് പറയുക? മാത്രമല്ല, കൂരിയായിലെ പല അംഗങ്ങളും അവർ സത്യപ്രതിജ്ഞ എടുത്തതിന് വിരുദ്ധമായിട്ട് പെരുമാറുന്നു. അവിടെ നടക്കുന്ന ഭരണപരമായ കാര്യങ്ങളെല്ലാം ഒറ്റിക്കൊടുത്ത് വിമതർക്ക് ശക്തി കൊടുക്കുന്നു. മെത്രാനെയും കാനൻ നിയമത്തെയും അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാം എന്ന് പ്രതിജ്ഞ എടുത്തവരല്ലേ? ഈ വാക്കിനൊന്നൊരു വ്യവസ്ഥയില്ലേ?
അതിനാൽ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തോന്നിയാസം നടക്കുന്ന കൂരിയായിൽ ശുദ്ധി കലശം നടത്താൻ തന്നെയാണ് ആൻഡ്രൂസ് പിതാവ് തീരുമാനിച്ചതും അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതും. അത് എല്ലാ കാര്യങ്ങളും വിമതരെ പുറത്ത് വന്ന് പറയുന്നത് പോലെയൊന്നും അല്ല കാര്യങ്ങൾ നടക്കണേ. നമുക്ക് ഈ വിമതര് തോന്നിവാസം പറയുന്ന പോലെ സഭയ്ക്ക്, സഭയുടെ ഔദ്യോഗിക ഭാരവാഹികൾക്കോ ഔദ്യോഗിക സംവിധാനത്തിനോ അങ്ങനെ പറയാൻ കഴിയില്ല. അതൊക്കെ സാമാന്യ ജനത്തിന് ബോധമുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കണേ. അതിനാൽ വിമതർ വന്ന് പത്രസമ്മേളനം നടത്തി പത്രത്തിൽ വാർത്ത കൊടുത്ത് അതൊന്നും നിങ്ങൾ വിശ്വസിക്കേണ്ട കാര്യമില്ല. അങ്ങനെയല്ല സഭ പ്രവർത്തിക്കുക. അതിന് സഭയ്ക്ക് സഭയുടേതായ മാന്യമായ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള രീതിയുണ്ട്. ഇതൊന്നും വിമതർക്ക് പാലിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് അവർ ചെയ്യുന്നത്. ഈ നുണ കുറേ അങ്ങ് ഓടിക്കഴിഞ്ഞിട്ടാണല്ലോ ഈ സത്യം പിന്നാലെ എത്തുള്ളൂ. സത്യത്തിന് ധൃതിയില്ല, ഈ നുണയ്ക്കാണ് ധൃതി. അപ്പം അതുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അൽമായരും പിന്നെ കത്തോലിക്ക സഭയിൽ മുഴുവൻ അൽമായരും ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്, വൈദികരെയും ബാധിക്കുന്ന പ്രശ്നമാണ്, സന്യാസികളെ ബാധിക്കുന്ന പ്രശ്നമാണ്. എങ്കിലും അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ബേജാറാവേണ്ട കാര്യമില്ല. കാര്യങ്ങളെല്ലാം നടക്കും. ഒരല്പം ഇടർച്ചയൊക്കെ ഉണ്ടായാലും പേടിക്കണ്ട. കത്തോലിക്ക സഭയ്ക്ക് ഉള്ളിൽ ഇത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പാഷാണ്ഡതകളെ എതിരിട്ടുകൊണ്ട് തന്നെയാണ് തുടക്കം മുതലേ സഭ മുന്നോട്ട് പോയിട്ടുള്ളത്. എന്തുമാത്രം വിഭജനങ്ങളും ശീഷ്മകളും പാഷാണ്ഡതകളും കണ്ടു കഴിഞ്ഞു. അപ്പോൾ സഭയ്ക്ക് അത് കണ്ട് പേടിയില്ല. സങ്കടമുണ്ട്, തൻ്റെ മക്കളിങ്ങനെ ചെയ്യുന്ന സങ്കടമുണ്ട്, പക്ഷെ പേടിയില്ല. ഇനി ചില കാര്യങ്ങൾ, ഈ കാനൻ നിയമവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. പൗരസ്ത്യ സഭകൾക്ക് വേണ്ടിയുള്ള കാനൻ നിയമം 247(1) അതനുസരിച്ച് രൂപത കച്ചേരിയിലെ ജോലിക്കായി രൂപത അധ്യക്ഷന് മറ്റ് രൂപതകളിൽ നിന്നോ മറ്റ് സ്വയധികാര സഭകളിൽ നിന്ന് പോലുമോ അവരുടെ മെത്രാന്മാരുടെ സമ്മതത്തോടെ ആളുകളെ നിയമിക്കാം. ഞാൻ മുൻപൊരിക്കൽ പറഞ്ഞതാണ് പ്ലാൻ എ, പ്ലാൻ ബി എന്നൊക്കെ. പലരും വിചാരിച്ചു അത് അച്ഛൻ്റെ വെറും ഭാവനയാണെന്ന്. കാനൻ നിയമം ഞാൻ പറയണേ 247(1) എറണാകുളം രൂപത കച്ചേരിയിലെ ജോലിക്കായിട്ട് രൂപത അധ്യക്ഷന് മറ്റ് രൂപതകളിൽ നിന്നോ മറ്റ് സ്വയാധികാര സഭകളിൽ നിന്നോ, ലത്തീൻ സഭയിൽ നിന്നോ സീറോ മലങ്കര സഭയിൽ നിന്നോ ഒക്കെ വേണമെങ്കിൽ വിദഗ്ധരെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിയമിക്കാൻ ആൻഡ്രൂസ് പിതാവിന് കാനൻ നിയമപ്രകാരം അധികാരമുണ്ട്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമതരോട് എനിക്ക് പറയാനുള്ളത്, മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇതുപോലെ പോയാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നും സീറോ മലബാർ സഭയുടെ ആസ്ഥാനം എടുത്ത് മാറ്റും. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. സഭയെ ധിക്കരിക്കുന്ന സീറോ മലബാർ സഭയുടെ മേലധ്യക്ഷന്, പരമാധ്യക്ഷന് കുർബാന അർപ്പിക്കാൻ സമ്മതിക്കാത്ത ഒരു സ്ഥലത്ത് സീറോ മലബാർ സഭയുടെ ആസ്ഥാനം വേണ്ട. അതടുത്ത സിനഡിലോ മറ്റ് സിനഡുകളിലോ മെത്രമാർ തീരുമാനിക്കണമെന്ന് തന്നെയാണ് സാധാരണ എല്ലാവർക്കും പറയാനുള്ളത്. ഇത് മാണിപ്പറമ്പലച്ചൻ്റെ മാത്രം അഭിപ്രായമൊന്നുമല്ല. ബഹുഭൂരിപക്ഷം വരുന്ന വൈദികരുടെയും സന്യസ്തരുടെയും അൽമായരുടെയും അഭിപ്രായം അതാണ്. ഇങ്ങനെ എല്ലാവർക്കും സഭയെ സഭയെ സമൂഹത്തിന് മുമ്പിൽ നാറ്റിക്കുന്ന ഒരു സ്ഥലത്തല്ല ഈ സീറോ മലബാർ സഭയുടെ ആസ്ഥാനമായിരിക്കേണ്ടത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഞാൻ പറയണേ, നിങ്ങൾ കൂരിയായ അച്ഛന്മാരെ സ്വാധീനിച്ച് കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് നഷ്ടം സംഭവിക്കും. എന്താണത്? കൂരിയായിൽ മറ്റു രൂപതകളിൽ നിന്നോ മറ്റ് സ്വയാധികാര സഭകളിൽ നിന്നോ അച്ഛന്മാരെ നിയമിക്കും. അതിനുള്ള അധികാരമുണ്ട്. നിയമിച്ചു കഴിഞ്ഞാൽ പട്ടാളത്തെ വിളിച്ചിട്ടും കാര്യങ്ങൾ നടത്താനായിട്ട് സഭാധികാരികൾക്ക് കഴിയും. നിങ്ങൾ വിചാരിക്കുന്ന പോലെയൊന്നല്ല കാര്യങ്ങൾ നടക്കാൻ പോണേ. ഇന്ത്യയിൽ ഒരു പൗരന് ജീവന് ഭീഷണി ഉണ്ടെങ്കിൽ, ജീവന് മാത്രമല്ല സ്വത്തിനും ഭീഷണി ഉണ്ടെങ്കിൽ അതിന് സംരക്ഷണം കൊടുക്കാമെന്ന് ഭരണഘടനാപരമായ ഉത്തരവാദിത്തമുണ്ട് സർക്കാരിന്. സഭയ്ക്ക് കാര്യങ്ങൾ അറിയില്ല എന്ന് വിചാരിക്കരുത്. സഭ ക്ഷമിക്കുന്നത് മക്കളായതുകൊണ്ട് മാനസാന്തരപ്പെടട്ടെ, അനുദപിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അതൊരു ബലഹീനതയായി കാണരുത്. കാനൻ 241(1) പൗരത്യ സഭകളുടെ കാനൻ നിയമം ഞാൻ പറയണേ. രൂപത കച്ചേരിയിൽ ഔദ്യോഗിക തസ്തിക വഹിക്കുന്നവരെ ആ തസ്തികയിൽ നിയമിക്കുന്നതിനും നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം രൂപത മെത്രാനുള്ളതാണ്. അത് ആരോടും ചോദിക്കണ്ട, കൺസൾട്ട് ചെയ്യുക പോലും വേണ്ട. രൂപത കച്ചേരിയിൽ ഔദ്യോഗിക തസ്തിക വഹിക്കുന്നവരെ
ആ തസ്തികയിൽ നിയമിക്കുന്നതിനും നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം രൂപതാ മെത്രാന് മാത്രമുള്ളതാണ്. അതാണ് കാനൻ നിയമം 244(1). ഇനി 244(2) രണ്ടാം ഖണ്ഡത്തിൽ 1 രൂപത കച്ചേരിയിലെ അംഗങ്ങളെല്ലാവരും കാനൻ നിയമവും രൂപത മെത്രാന് നിശ്ചയിക്കുന്ന രീതിയിൽ ഔദ്യോഗിക ചുമതല വിശ്വസ്താപൂർവ്വം നിറവേറ്റിക്കൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നവരാണ്, പ്രതിജ്ഞ ചെയ്യേണ്ടതുമാണ്. അപ്പോൾ സത്യപ്രതിജ്ഞ ലംഘനമായിട്ട് വരും. പിന്നെ അത് അവർ തോന്നി പോലെ ചെയ്താൽ എന്തുകൊണ്ടാണ്? ഇനി നമുക്ക് ചില കാര്യങ്ങൾ കണ്ടിട്ട് നമുക്ക് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. എന്തുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരോട് അനുസരിക്കാൻ പറയൂ, അനുസരിച്ചില്ലെങ്കിൽ അവർ അനുസരിപ്പിക്കൂ എന്ന് പറഞ്ഞത്? ചർച്ചകളുടെയും വിശദീകരണമെങ്കിലും കാലം കഴിഞ്ഞു. 1989 മുതൽ ചർച്ച തുടങ്ങിയതാണ്. 1989 മുതൽ. ഇതാരും അടിച്ചേൽപ്പിച്ചതല്ല, ധാരാളം ചർച്ചകൾ നടത്തിയിട്ടുള്ളതാണ്. അത് നരികുളച്ചനും എറണാകുളത്തെ മിക്ക വൈദികർക്കും അറിയാവുന്നതുമാണ്. അവർ നിങ്ങളോട് നുണ പറയാണ്, ഇത് അടിച്ചേൽപ്പിക്കുന്നതാണ്, ചർച്ച ചെയ്തിട്ടില്ല എന്ന്. ഒത്തുതീർപ്പാണ് ഏകീകൃത കുർബാന. ഒത്തുതീർപ്പ്. ചില രൂപതകളിൽ മുഴുവൻ നേരം ദൈവാത്മുഖമായിരുന്നു, ചില രൂപതകളിൽ മുഴുവൻ ജനാഭിമുഖവും. അതിൻ്റെ ഒത്തുതീർപ്പാണ് ഇപ്പം നടത്തിയിരിക്കുന്നത്. അത് ഈ ചർച്ചകളുടെ വെളിച്ചത്തിൽ ഉരുത്തിരിഞ്ഞു വന്നതാണ്. ഐക്യമുണ്ടാകുമെന്ന് ഉറപ്പ് കൊടുത്തിട്ട് വന്നതാണിത്. എല്ലാ മെത്രന്മാരും ഉറപ്പ് കൊടുത്തിട്ടാണ് ഈ ഏകീകൃത കുർബാന അംഗീകരിച്ചത്. അത്തരം ഒരുപാട് ചർച്ചകൾക്ക് ശേഷമാണ് മെത്രാന്മാരുടെ സിനഡ് തീരുമാനമെടുത്തു. പരിശുദ്ധ സിംഹാസനം ആ തീരുമാനം അംഗീകരിച്ചു, കുർബാനക്രമം അംഗീകരിച്ചു. മേജർ ആർച്ച് ബിഷപ്പ് അത് വിളംബരം ചെയ്ത് നടപ്പാക്കി. അതോടെ നിയമം ആയിക്കഴിഞ്ഞു. നടപ്പിലാക്കാൻ 1 സംവത്സരം സമയം കിട്ടി എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക്. ഇനി അനുസരിക്കുക, ഇനി ചർച്ചയും പരിപാടിയും നടക്കില്ല. ഇത് അടിച്ചേൽപ്പിക്കലല്ല, 1000 വട്ടം പറഞ്ഞു കഴിഞ്ഞു അത്. അതുകൊണ്ട് അവരോട് അനുസരിക്കാൻ പറയുക. നിയമം നടപ്പാക്കി കഴിഞ്ഞിട്ട് പിന്നെ ചർച്ച ചെയ്യലും നടക്കില്ല. ചർച്ച ചെയ്യൽ ഇത്രയും കൊല്ലങ്ങൾ കഴിഞ്ഞ് 89 മുതൽ ചർച്ച ചെയ്തതാണ്. ഇനിയും ചർച്ച എന്ന് പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഇനി എറണാകുളത്തിൻ്റെ ഒരു തട്ടിപ്പ്, ഒരുപാട് തട്ടിപ്പുകൾ ഞാൻ വെളിച്ചത്ത് കൊണ്ടുവന്നു കഴിഞ്ഞു. ഒരു തട്ടിപ്പ് കൂടി ഞാൻ വെളിച്ചത്ത് കൊണ്ടുവരികയാണ്. ഞാനല്ല, ഇത് സത്യം താനെ വെളിപ്പെടുന്നതാണ്, ഞാൻ നിങ്ങളെ അറിയിക്കുന്നത് മാത്രം. മാർപ്പാപ്പയ്ക്ക് ഒന്നും അറിയില്ല. ഫ്രാൻസിസ് മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. എല്ലാം ആലഞ്ചേരി പിതാവും പിന്നെ ഇപ്പോൾ ആൻഡ്രൂസ് പിതാവും പിന്നെ കർദിനാൾ സാന്ദ്രയും കൂടിയുള്ള ഒരു ഗൂഢസംഘത്തിൻ്റെ പരിപാടിയാണ് എന്നെല്ലാമാണ് പ്രചരിപ്പിച്ചിരുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിമത വൈദികരും അവരുടെ ഏകം സുബോധന ചാനലും. ശുദ്ധ നുണയാണത്. ഇതിങ്ങനെ ഒരു പല്ലവി പോലെ അവർ പാടിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ മുഖത്തും ഈ വിമതരുടെ മുഖമടച്ച് കിട്ടിയ അടിയാണ് മാർപ്പാപ്പ സ്വന്തം കൈപ്പടയിൽ എഴുതി ട്രഡീഷൻ സന്യാസ സമൂഹത്തിൻ്റെ ജനറൽ അച്ഛൻ മാത്യു വട്ടമറ്റം അച്ഛന് നൽകിയ കത്ത്. 2021 നവംബർ 25 മാർപ്പാപ്പയുമായി കൂടിക്കാഴ്ച നടത്താൻ കരിയിൽ പിതാവിന് അവസരമൊരുക്കിയത് ഈ ക്ലരീഷ്യൻ വൈദികനാണ്, അവരുടെ സുപ്പീരിയർ ജനറൽ. എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് മൊത്തമായി ഏകീകൃത കുർബാന അർപ്പണ രീതിയിൽ നിന്ന് ഒഴിവ് കൊടുക്കാൻ മാർപ്പാപ്പ നേരിട്ട് മുഖതാവിൽ നിന്ന് അനുവാദം നൽകിയെന്ന് കരിയിൽ പിതാവിൻ്റെ വാദം, അവകാശവാദം കല്ല് വെച്ച നുണയാണെന്നാണ് ഈ മാർപ്പാപ്പയുടെ കത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആ കത്തിൽ നിന്ന് വ്യക്തമാകുന്നത്, അതായത് ഞാൻ മാർപ്പാപ്പയെ കണ്ടപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് മൊത്തമായി ഏകീകൃത കുർബാനയിൽ നിന്നും ഒഴികഴിവ് കൊടുക്കാമെന്ന് കരിയിൽ പിതാവ് പറഞ്ഞത് കല്ല് വെച്ച നുണയാണ്. അതാണ് ഈ മാർപ്പാപ്പയുടെ കൈപ്പടയിലുള്ള കത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. അത് വെളിച്ചത്ത് വന്നപ്പോഴാണ് ഇപ്പം ഈ വിമതരെ കിടന്ന് ഈ വരിക എന്ന് പറയില്ലേ, എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്ന പേടി, എന്തെല്ലാം തീരുമാനങ്ങൾ അവരെടുക്കണേ, അതിൻ്റെ വല്ല വരും വരായകളും ഭവിഷ്യത്തിൽ അറിഞ്ഞിട്ടാണോ? എന്താണ് മാർപ്പാപ്പ ഈ കത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്? കരിയിൽ മെത്രാൻ പറഞ്ഞ ചില സാങ്കേതിക കാര്യങ്ങൾ തനിക്ക് മനസ്സിലാകാത്തത് കൊണ്ട് പൗരത്വ തിരുസംഘത്തിൻ്റെ കർദിനാള് സാന്ദ്രിയെ കണ്ട് എല്ലാം വ്യക്തമായി എഴുതി വാങ്ങാൻ മാത്രമാണ് മാർപ്പാപ്പ കരിയിൽ മെത്രാനോട് പറഞ്ഞത്. എന്താണ് പറഞ്ഞതെന്ന് ഞാൻ പറയാം. അതായത് എന്താണ് കരിയിൽ മെത്രാൻ മാർപ്പാപ്പയോട് പറഞ്ഞ കാര്യം ഞാൻ പറയാം. അപ്പോൾ മാത്രമല്ല, ഈ മാർപ്പാപ്പയുടെ കത്തിനകത്ത് കരിയിൽ പിതാവ് തൻ്റെ പേര്, മാർപ്പാപ്പയുടെ പേര് ദുരുപയോഗിച്ചതിലും അതുമൂലമുണ്ടായ തെറ്റിദ്ധാരണയിലും മാർപ്പാപ്പയ്ക്കുള്ള വേദനയും ആ കത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്.
മാത്രമല്ല, കരിയിൽ പിതാവിനെ രാജിയിലേക്ക് എത്തിച്ചതും ഇതാണ് കാര്യം. അതായത് മാർപ്പാപ്പയുടെ പേര് ദുരുപയോഗം ചെയ്യുക, മാർപ്പാപ്പ പറയാത്ത കാര്യം പറഞ്ഞെന്ന് പറയുക, അങ്ങനെ സഭയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുക, അങ്ങനെ മാർപ്പാപ്പയും ഈ വിമത ഗണത്തിലേക്ക് വലിച്ചിടയ്ക്കുക. ഇതെല്ലാം കരിയിൽ പിതാവ് ചെയ്തത് കൊണ്ടാണ് അദ്ദേഹത്തെ രാജിവെക്കാനായിട്ട് മാർപ്പാപ്പ നുൻഷിയേച്ചർ വഴിയാണ് വിട്ടത്. എന്നിട്ടും പറയുകയാണ് മാർപ്പാപ്പയ്ക്ക് ഇതൊന്നും അറിയില്ല. നുൻഷിയോ മാർപ്പാപ്പ അറിയാതെയാണോ എറണാകുളത്ത് വന്ന് കരിയിൽ പിതാവിൻ്റെ രാജി വാങ്ങിക്കണേ? സാമാന്യ ബോധമുള്ള ആർക്കെങ്കിലും അത് സംശയമുണ്ടോ? എറണാകുളത്തെ വിമത വൈദികർക്കൊഴികെ ബാക്കി സാമാന്യ ബോധമുള്ള എല്ലാവർക്കും മനസ്സിലാകും മാർപ്പാപ്പ നേരിട്ടാണ് ഇതൊക്കെ ചെയ്തതെന്ന്. മാർപ്പാപ്പ അറിയാതെ ഒരു മെത്രാനെ കത്തോലിക് സഭയിൽ രാജിവെപ്പിക്കുക, നുൻഷിയോ അയക്കുക. നിങ്ങൾ ഈ വിമത വൈദികരെ നിങ്ങൾ ആരോടെ ഈ കള്ളക്കഥ പറഞ്ഞുണ്ടാക്കണേ? ഏത് അൽമാരും നിങ്ങളെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കണേ? ചില ചിങ്കിടികൾ ഒഴികെ. ഇനി എന്താണ് ഈ കരിയിൽ പിതാവും മാർപ്പാപ്പയും തമ്മിലുള്ള അവിടെ ഉണ്ടായത്? മാർപ്പാപ്പയും കരിയിൽ പിതാവും കൂടിക്കാഴ്ചയിൽ നരികുളച്ചൻ സന്നിഹിതനായിരുന്നു. ദൈവാൻമുഖ കുർബാന എന്നല്ല നരികുളച്ചൻ അവിടെ അവതരിപ്പിച്ചത്, പിന്നെയോ ചുമരോന്മുഖ കുർബാന. ദൈവാൻമുഖ കുർബാനയല്ല, ചുമരോന്മുഖ കുർബാന എന്നാണ് നരികുളച്ചൻ മാർപ്പാപ്പയോട് പറഞ്ഞത്. മാർപ്പാപ്പയ്ക്ക് മനസ്സിലായില്ലേ എന്താ ഉദ്ദേശിക്കണമെന്ന്. അപ്പോൾ ഈ നരികുളച്ചൻ കരിയിൽ പിതാവിനോട് പറഞ്ഞു, മാർപ്പാപ്പയുടെ ശരീരഭാഷ ദൈവാൻമുഖ കുർബാനയ്ക്ക് എതിരാണ്. വാ തുറന്ന് മാർപ്പാപ്പ ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. നരികുളച്ചൻ പറഞ്ഞ കാര്യം മാർപ്പാപ്പയ്ക്ക് മനസ്സിലായില്ല. അപ്പോൾ മാർപ്പാപ്പയുടെ ശരീരഭാഷ ദൈവാൻമുഖ കുർബാനയ്ക്ക് എതിരാണ് എന്ന് നരികുളമച്ചൻ കരിയിൽ പിതാവിനോട് വ്യാഖ്യാനിച്ചു. അങ്ങനെ രൂപതയ്ക്ക് മൊത്തത്തിൽ ഒഴിവ് കൊടുക്കാൻ കരിയിൽ പിതാവിനെ നിർബന്ധിച്ചു. ആര്? നരികുളമച്ചൻ. ഇതൊക്കെയാണ് സംഭവിച്ചതെന്ന് നരികുളച്ചൻ ആൻഡ്രൂസ് പിതാവിനോട് ഏറ്റു പറഞ്ഞു കഴിഞ്ഞു. മാത്രമല്ല, ജനാഭിമുഖ കുർബാന ചൊല്ലാൻ മാർപ്പാപ്പ അനുമതി നൽകിയിട്ടില്ല എന്ന സത്യം വൈദിക സമിതിയുടെ സെക്രട്ടറി ആയിരുന്ന മുണ്ടാടനച്ചനും അറിയാവുന്നതാണ്. ഇതൊക്കെ അറിയാവുന്നതാണ്. പിന്നെയും കള്ളത്തരമാണ് അവർ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അൽമായരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കള്ളത്തരങ്ങളൊക്കെയാണ് ഈ മാർപ്പാപ്പയുടെ സ്വന്തം കൈപ്പടലിലെ കത്ത് ക്ലരീഷ്യൻ സന്യാസ സമൂഹത്തിലെ സുപ്പീരിയർ ജനറൽ കൊടുത്തത്. അത് അദ്ദേഹം താഴത്ത് പിതാവിനെ കാണിച്ചു. താഴത്ത് പിതാവ് അത് പ്രസിദ്ധപ്പെടുത്തി. ഇപ്പം ആ പ്രസിദ്ധപ്പെടുത്തിയതിലാണ് എറണാകുളം അങ്കമാലി വിമതരുടെ കലിപ്പ്. ഇപ്പം അവരുടെ ചർച്ച എന്താണ്? അത് ധാർമ്മികമാണോ? ഈ കത്ത് പ്രസിദ്ധപ്പെടുത്തിയത് ധാർമ്മികതമാണോ? മാർപ്പാപ്പയെ അനുസരിക്കാത്തവരാണ് ഈ ധാർമ്മികത ചർച്ച ചെയ്യണമെന്ന് ഓർക്കണേ. ആലഞ്ചേരി പിതാവിനെതിരെ വ്യാജരേഖ ഉണ്ടാക്കിയവരാണ് ഇതിൻ്റെ ധാർമ്മികത ചർച്ച ചെയ്യണമെന്ന് ഓർക്കണേ. റോമിൽ നിന്ന് റെസ്റ്റിറ്റ്യൂഷൻ നടത്താൻ സംവിധാനം ഒരുക്കിയിട്ട് അത് നടപ്പാക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞവരാണ് ഇതിൻ്റെ ധാർമ്മികത ചർച്ച ചെയ്യണേ. താഴ്ത്ത് പിതാവ് മോഷ്ടിച്ചതാണോ ഈ കത്ത്? അത് പൊന്തിഫിക്കൽ സീക്രട്ട്, അതായത് കുംഭസാര രഹസ്യം പോലത്തെ ചില സീക്രട്ടുകളുണ്ട്, അങ്ങനെ പൊന്തിഫിക്കൽ രഹസ്യത്തിന് കീഴിൽ വരുന്ന കത്താണോ? ആ സന്യാസ സമൂഹത്തിൻ്റെ ശ്രേഷ്ഠൻ സുപ്പീരിയർ ജനറലാണ് ആ കത്ത് പിതാവിനെ കാണിച്ചത്. അത് പ്രസിദ്ധപ്പെടുത്തിയപ്പോഴാണ് എറണാകുളത്തിന് തട്ടിപ്പ് വിളിച്ചെത്ത് വന്നേ. പണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഈ കർദിനാള് പാറേക്കാട്ടിൽ തട്ടിപ്പ്, അത് വെളിച്ചത്ത് വന്നതുപോലെ ഒരു വെളിച്ചത്ത് വരവാണ് ഇത്. അപ്പോഴാണ് ഈ അമർഷം മുഴുവൻ. ഇനി ഈ ശിക്ഷാ നടപടിക്ക് പോകുന്നതിൻ്റെ കാരണം കൂടി പറയാം. ആൻഡ്രൂസ് പിതാവിനെ അതിരൂപത കാര്യാലയത്തിൽ കയറി ഭീഷണിപ്പെടുത്തിയ വിമത വൈദികരുടെ ചിങ്കിടികൾ ഇപ്പം അത് തനി ഗുണ്ടായുസത്തിലേക്ക് തിരിയാണ്. അപ്പം നമ്മൾ മുമ്പൊരിക്കൽ ചോദിച്ച ചോദ്യമുണ്ട്, എല്ലാം ക്ഷമിക്കണോ? കുറ്റങ്ങൾ ശിക്ഷിക്കപ്പെടണ്ടേ? കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടില്ലേ? പൗലോസിൽ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ലേ? ശിക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ ക്രിമിനലുകളുമായി സഭ ഒത്തുകളിക്കാന്ന് വരില്ലേ? അനീതിയോട് കൂട്ടുചേരുകയാന്ന് വരികയില്ലേ? ഇതൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, അപ്പോൾ അതിൽ ആവർത്തിക്കുന്നില്ല. അതിനാൽ സഭ ഒരു ആധ്യാത്മിക സ്ഥാപനം മാത്രമല്ല, മനുഷ്യരുടെ സമൂഹമാണ്. പരിഷ്കൃത സമൂഹത്തിലുള്ളതുപോലെ അതിന് നിയമങ്ങളും ചട്ടങ്ങളുമുണ്ട്, നടപടിക്രമങ്ങളുമുണ്ട്. ആ നടപടിക്രമങ്ങളും ചട്ടങ്ങളും ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കാം. ഒന്ന്, ഞാൻ കാനൻ നിയമത്തിൻ്റെ സംഖ്യ പറയുമ്പോൾ അത് പൗരസ്ത്യ സഭകൾക്ക് വേണ്ടി കാനൻ നിയമമാണ്. 1438 കാനൻ നിയമം 1438.
വിശുദ്ധ കുർബാനയിലും യാമപ്രാർത്ഥനകളിലും നിശ്ചയിച്ചിരിക്കുന്ന രീതിയിലുള്ള മേലധ്യക്ഷൻ്റെ അനുസ്മരണം മനഃപൂർവ്വം ഒഴിവാക്കുകയും നിയമാനുസൃതം താക്കീത് നൽകിയിട്ടും തിരുത്താതിരിക്കുകയും ചെയ്യുന്ന ആള് വലിയ മഹറൻ ശിക്ഷ പോലും ഒഴിവാക്കാതെ തന്നെ അനുയോജ്യമായി ശിക്ഷിക്കപ്പെടേണ്ടതാണ്. രണ്ട് കാര്യങ്ങളൊന്നും എടുത്തു പറയട്ടെ. മഹറോൻ ശിക്ഷ സഭയിൽ നിന്ന് പുറത്താക്കണമെങ്കിൽ അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ അനുയോജ്യമായി ശിക്ഷിക്കപ്പെടേണ്ടതാണ്. ശിക്ഷിക്കപ്പെടാവുന്നതാണ് എന്നല്ല, ശിക്ഷിക്കപ്പെടേണ്ടതാണ്. വ്യത്യാസം മനസ്സിലായോ? മഹറോൻ ശിക്ഷ വേണമെങ്കിൽ കൊടുക്കാം, സഭയിൽ നിന്ന് പുറത്താക്കാം. അങ്ങനെ പുറത്താക്കിയ ചരിത്രങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. പിന്നെ ശിക്ഷിക്കപ്പെടേണ്ടതാണ്, ശിക്ഷിക്കപ്പെടാവുന്നതാണ് എന്നല്ല, ശിക്ഷിക്കപ്പെടണം. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അൽമായരെ അറിയാൻ, അല്ലെങ്കിൽ കന്യാസ്ത്രീകളെ അറിയാൻ വേണ്ടി, അതായത് മേജർ ആർച്ച് ബിഷപ്പിൻ്റെയും മാർപ്പാപ്പയുടെയും മേജർ ആർച്ച് ബിഷപ്പിൻ്റെയും മെത്രാപ്പൊലിത്തയുടെയും മെത്രാൻ്റെയും പേര് ഏതെങ്കിലും വൈദികർ കുർബാന മധ്യയും യാമപ്രാർത്ഥന ചൊല്ലുന്നില്ലെങ്കിൽ പരാതി കൊടുക്കണം. പരാതി കൊടുക്കുക. പരാതി കൊടുത്താൽ ശിക്ഷാ നടപടി തുടങ്ങാൻ അപ്പസ്തോലിക അഡ്മിനിസ്ട്രേറ്റർക്ക് ഉത്തരവാദിത്തമുണ്ട്, കടമയുണ്ട്. അത് ചെയ്തില്ലെങ്കിൽ അദ്ദേഹം അനുസരണക്കേടിന് ശിക്ഷിക്കപ്പെടും. അദ്ദേഹത്തിൻ്റെ കടമ ചെയ്യാത്തതിനുള്ള ശിക്ഷ. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ അൽമായരോടാണ് ഞാൻ പറയണേ, മാർപ്പാപ്പയുടെയും മേജർ ആർച്ച് ബിഷപ്പിൻ്റെയും മെത്രാപ്പൊലിത്തയുടെയും മെത്രാൻ്റെയും പേര് കുർബാനയിലും യാമപ്രാർത്ഥനകളിലും അനുസ്മരിക്കുന്നില്ലെങ്കിൽ ആ വൈദികർക്കതൊരു പരാതിപ്പെട്ടാൽ മഹറോൻ ശിക്ഷയോ അനുയോജ്യമായ മറ്റ് ശിക്ഷകളോ കിട്ടാവുന്ന തരത്തിൽ നടപടികൾ സ്വീകരിക്കാൻ അപ്പസ്തോലിക അഡ്മിനിസ്ട്രേറ്റർ ചെയ്യേണ്ടി വരും. കാനൻ 1448(1) ക്രൈസ്തവ മതത്തെയോ സഭയെയോ ക്ഷതപ്പെടുത്തുവാനോ വെറുപ്പോ അവജ്ഞയോ ഉദ്ദീപിപ്പിക്കാനോ ആയി പരസ്യ ആവിഷ്കാരം, പെർഫോമൻസ്, നാടകം പോലെയൊക്കെ, പ്രഭാഷണമോ പരസ്യമായി വിതരണം ചെയ്യുന്ന രേഖയോ മറ്റ് സമ്പർക്ക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ഒരുവൻ അനുയോജ്യമായി ശിക്ഷിക്കപ്പെടേണ്ടതാണ്. ഞാൻ ഒന്ന് ആവർത്തിക്കുകയാണ് വീണ്ടും, ശിക്ഷിക്കപ്പെടാവുന്നതാണ് എന്നല്ല, ശിക്ഷിക്കപ്പെടേണ്ടതാണ്. സർക്കുലർ വലിച്ചു കീറുക, മെത്രാൻ്റെ സർക്കിൾ വലിച്ചു കീറുക, കുപ്പത്തട്ടിൽ നിക്ഷേപിക്കുക, കത്തിക്കുക, അതിന്മേൽ തുപ്പുക, അനുസരിക്കുകയില്ലെന്ന് മാധ്യമങ്ങളോട് പ്രഖ്യാപിക്കുക, ഇതൊക്കെ ഈ നിയമമനുസരിച്ച് ശിക്ഷിക്കപ്പെടേണ്ടതാണ്. ഒരു പരാതി കിട്ടുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ഇതിനെക്കുറിച്ച് അറിവ് കിട്ടുകയോ ചെയ്താൽ മെത്രാപ്പൊലീത്ത അല്ലെങ്കിൽ അപ്പസ്തോലിക അഡ്മിനിസ്ട്രേറ്റർ നേരിട്ടോ മറ്റാളുകൾ വഴിയോ അന്വേഷിക്കണം. അത് 1468 നമ്പർ 1. ഇതൊരു ഡിക്രി വഴിയാണ് ആരംഭിക്കേണ്ടത്. ഈ ശിക്ഷാ നടപടി ആരംഭിക്കേണ്ടത് ഒരു ഡിക്രി വഴിയാണ്. 1470 നമ്പർ. പ്രാഥമിക അന്വേഷണത്തിൽ കുറ്റം ചെയ്തതായി തെളിഞ്ഞാൽ നീതി സംരക്ഷകൻ, പ്രൊട്ടക്ടർ ഓഫ് ജസ്റ്റിസ് എന്നിട്ടൊരു ഒരു ഒരു ഉദ്യോഗമുണ്ട്. അദ്ദേഹത്തോട് രൂപത കോടതിയിൽ കേസ് കൊടുക്കാൻ പറയും ഈ അച്ഛനെതിരെ. കോടതി നടപടിക്രമം കൂടാതെയും ശിക്ഷ ചുമത്തൽ നടപടിയിലേക്ക് കടക്കാൻ അപ്പസ്തോലിക അഡ്മിനിസ്ട്രേറ്റർക്ക് നിയമം അനുവാദം കൊടുക്കുന്നുണ്ട്. ഈ ഡിക്രി വഴി ഒരു പ്രോസസ്സൊക്കെ ഉണ്ട്, അതില്ലാതെയും ശിക്ഷ കൊടുക്കാം. അതിനുള്ള വകുപ്പും കാനൻ നിയമത്തിലുണ്ട്. നിങ്ങൾക്ക് കാര്യം മനസ്സിലാകുന്നുണ്ടോ? 1446 വകുപ്പ് കാനൻ നിയമം. തൻ്റെ തന്നെ മേലധ്യക്ഷൻ നിയമാനുസരണം പുറപ്പെടുവിക്കുന്ന കൽപ്പനയോ നിരോധനമോ അനുസരിക്കാതിരിക്കുകയും ശാസനയ്ക്ക് ശേഷവും അനുസരണമില്ലായ്മയിൽ തുടരുകയും ചെയ്യുന്ന വ്യക്തി കുറ്റവാസനയുള്ളവൻ എന്ന നിലയിൽ അനുയോജ്യമായി ശിക്ഷിക്കപ്പെടേണ്ടതാണ്. വീണ്ടും ഞാൻ പറയുകയാണേ, ശിക്ഷിക്കപ്പെടാവുന്നതാണ് എന്നല്ല, ശിക്ഷിക്കപ്പെടേണ്ടതാണ്. കുറ്റവാസനയുള്ളവനാണവൻ, ശിക്ഷിക്കണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അപ്പസ്തോലിക അഡ്മിനിസ്ട്രേറ്റർ കുറ്റക്കാരനാകും. ഇനി 1447 കാനൻ നിയമം. ഏതൊരു മേലധ്യക്ഷനെതിരെയും ഉപജാപം നടത്തുകയോ വിദ്വേഷം വളർത്തുകയോ അദ്ദേഹത്തിൻ്റെ അധീനത്തിന് അനുസരണക്കേടിന് പ്രേരിപ്പിക്കുകയോ ചെയ്യുന്ന ആള് വലിയ മഹറൻ ശിക്ഷ പോലും ഒഴിവാക്കാതെ തന്നെ അനുയോജ്യമായി ശിക്ഷിക്കപ്പെടേണ്ടതാണ്. വൈദികർ മാത്രമല്ല, അൽമായരും പെടും. എന്താ ഷൈജോ അങ്ങനെ കുറേ പേരില്ലേ? ശിക്ഷിക്കപ്പെടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ശിക്ഷിക്കപ്പെടാമെന്നല്ല. നടപടികൾ വരുന്നു. ഇനി ഈ ഇവർ പ്രചരിപ്പിച്ച സംഗതി എന്താണ്? വൈദിക സമിതിയുടെ അംഗീകാരം ഉണ്ടായിരുന്നില്ല സർക്കുലറിന്, പിന്നെ ചാൻസലറുടെ ഒപ്പുണ്ടായിരുന്നില്ല. മണ്ടത്തരം എന്നല്ലാണ്ട് എന്താ പറയുക? രൂപത എത്ര ഇറക്കുന്ന ഇടയലേഖനങ്ങൾക്കൊന്നും ചാൻസലറുടെ ഒപ്പ് ആവശ്യമില്ല. കരിയിൽ പിതാവ് സർക്കിൾ പുറപ്പെടുവിച്ചപ്പോൾ ചിലതിലെല്ലാം ചാൻസലർ ഒപ്പ് വാങ്ങിച്ചിരുന്നു.
അത് അദ്ദേഹം സേഫാക്കിയതാണ് അദ്ദേഹത്തിൻ്റെ വശം. എന്നാൽ അത് നിയമപ്രകാരം അല്ല, നിയമം അങ്ങനെ അനുശാസിക്കുന്നില്ല. മാത്രമല്ല വൈദിക സമിതി എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് ഒരിക്കൽ പറഞ്ഞതാണ്, വെറും ഒരു ഉപദേശക സമിതിയാണ്. ഉപദേശം, മെത്രാനെ ഉപദേശിക്കാം. ഞാൻ പണ്ട് വൈദിക സമിതിയിൽ അംഗമായിരുന്നു, അതുകൊണ്ട് ഇത്ര ഉറപ്പ് പറയണേ. ഞാൻ പട്ടം കിട്ടിയ കാലത്ത് ഇരിങ്ങാലക്കുടയിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി ജയിച്ചവനാണ് ഞാൻ. അതൊരു വെറും ഉപദേശക സമിതിയാണ്. രൂപതയിലെ വൈദികർക്കായി ഇറക്കുന്ന സർക്കുലർക്ക് ഉപദേശക സമിതിയുടെ ഒരു അംഗീകാരം ആവശ്യമില്ല. തീർന്നില്ല. കാനൻ 206(1) പറയുന്നത് വൈദിക സമിതി വിളിച്ചു കൂട്ടുന്നതും അതിൽ അധ്യക്ഷം വഹിക്കുന്നതും അതിൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ തീരുമാനിക്കുന്നതും അംഗങ്ങളിൽ നിന്ന് നിർദ്ദേശം സ്വീകരിക്കുന്ന മെത്രാനാണ്, വൈദിക സമിതി സെക്രട്ടറി അല്ല. എറണാകുളത്ത് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അത് പൊതു നിയമത്തിനെതിരായത് കൊണ്ട് അത് തെറ്റാണ്. കാനൻ നിയമത്തിനെതിരായ ഒരു പ്രാദേശിക നിയമം ഉണ്ടാക്കാൻ ഒരു വൈദിക സമിതിക്കും ഒരു മെത്രാനും ഒരു അച്ഛന്മാരുടെ കൂട്ടായ്മയ്ക്കും കഴിയില്ല. കാനൻ നിയമത്തിനെതിരായിട്ടാണ് അവർ എഴുതി വെച്ചിരിക്കുന്നത്. വൈദിക സമിതി സെക്രട്ടറിയാണ് അത്രേ മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നത്. മറ്റെല്ലാ രൂപതകളിലും മെത്രാനാണ്. എന്ത് എറണാകുളത്ത് മാത്രം ഇങ്ങനെ? ഇനി 206(2) കൂടുതൽ പ്രാധാന്യമുള്ള കാര്യങ്ങളിൽ രൂപതാ മെത്രാൻ വൈദിക സമിതിയെ ശ്രവിക്കണം, കേൾക്കണം. പൊതു കാനൻ നിയമത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ സമിതിയോട് ആലോചിക്കണം. എന്നാൽ പൊതു നിയമം വ്യക്തമായി നിശ്ചയിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് ഇത് ആലോചിക്കേണ്ട കാര്യമുള്ളൂ. രൂപതാ യോഗം കൂടാൻ 236 കാനൻ, ഫൊറോനകൾ സ്ഥാപിക്കാൻ 276 കാനൻ, പുതിയ ഇടവക അതിൻ്റെ അതിർത്തി അത് നിശ്ചയിക്കാൻ 250 കാനൻ. ഇവിടെയൊക്കെ പറഞ്ഞിരിക്കുന്നത് വൈദിക സമിതിയെ കേൾക്കണമെന്നേ ഉണ്ടെന്നാണ്. അവർ പറഞ്ഞ കാര്യം സ്വീകരിക്കണമെന്നില്ല. ചുരുക്കത്തിൽ അതൊരു വെറും ഉപദേശക സമിതിയാണ്. 269 കാനൻ 3 രൂപതാ മെത്രാനെ കൂടാതെ മെത്രാൻ ഇല്ലാതെ പ്രവർത്തിക്കാൻ വൈദിക സമിതിക്ക് ഒരിക്കലും സാധിക്കില്ല. വൈദിക സമിതിയിൽ കൈകാര്യം ചെയ്ത കാര്യങ്ങൾ പ്രസിദ്ധപ്പെടുത്താൻ രൂപതാ മെത്രാന് മാത്രമാണ് അധികാരം, വൈദിക സെക്രട്ടറിക്ക് അല്ല അധികാരം. ഏകം സുബോധന ചാനലിൻ്റെ ആൾക്കാർക്ക് കേൾക്കാൻ വേണ്ടി ഞാൻ പറയണേ, കാനൻ നിയമം 269(3) പ്രകാരം വൈദിക സമിതി കൈകാര്യം ചെയ്ത കാര്യങ്ങൾ പ്രസിദ്ധപ്പെടുത്താൻ രൂപതാ മെത്രാന് മാത്രമാണ് അധികാരം. വൈദിക സമിതി സെക്രട്ടറിക്കോ ഏകം സുബോധന ചാനലുകൾക്കോ അധികാരമില്ല. 270 കാനൻ 3 രൂപതയുടെ നന്മയ്ക്ക് വേണ്ടി വൈദിക സമിതിയെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ചുമതല അത് നിർവഹിക്കാതിരിക്കുകയോ ഗൗരവമായി ദുരുപയോഗം ചെയ്യുകയോ ചെയ്താൽ സമിതിയെ പിരിച്ചുവിടാൻ രൂപത അധ്യക്ഷന് അധികാരമുണ്ട്. പുതിയ വൈദിക സമിതിയെ ഒരു സംവത്സരത്തിനുള്ളിൽ രൂപീകരിക്കണം. അതൊരു നിയമാവലി വേണം. ആ നിയമാവലി സഭയുടെ പൊതു കാനൻ നിയമത്തിന് എതിരാകാൻ പാടില്ല. മേലധികാരിയുടെ നിയമത്തിന് വിരുദ്ധമായൊരു നിയമം സാധുവായി നടപ്പിലാക്കാൻ താഴ്ന്ന നിയമദാതാവിന് സാധ്യമല്ല. അത് കാനൻ 985(2) ഞാൻ പറഞ്ഞല്ലോ, എറണാകുളത്തെ നിയമാവലിയിൽ ചില പ്രശ്നങ്ങളുണ്ട്, ചില സങ്കീർണതകളുണ്ട്. അതെല്ലാം ഒഴിവാക്കേണ്ടി വരും. ഈ എറണാകുളത്തെ നിയമാവലി 6(1) കാണിക്കുന്നത് വൈദിക സമിതിയാണത്രേ, ഈ വൈദിക സമിതിയുടെ സെക്രട്ടറി ആണത്രേ വൈദിക സമിതി വിളിച്ചു കൂട്ടേണ്ടത്. അത് കാനൻ നിയമത്തിനെതിരാണ്, അത് തിരുത്തണം. പിന്നെ വേറെ ചില സങ്കീർണതകളുണ്ട്, അത് നമുക്കിപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അത് ബന്ധപ്പെട്ടവർ ചർച്ച ചെയ്യട്ടെ. ഇനി ഒരു കാര്യം കൂടി, രൂപതാ കച്ചേരിയിലെ പ്രോട്ടോസിഞ്ചലോസ് മുഖ്യ വികാരി ജനറൽ, സിഞ്ചലോസ് വികാരി ജനറൽമാർ എന്നിവരെ നിയമിക്കാൻ വൈദിക സമിതി ഉൾപ്പെടെ ആരുടെയും ആലോചന ചോദിക്കേണ്ടതില്ല മെത്രാൻ. അങ്ങനെ നിയമിക്കപ്പെടുന്നവരോ മെത്രാൻ്റെ ഇഷ്ടത്തിന് വിപരീതമായി പ്രവർത്തിക്കാനും പാടില്ല. കാനൻ 249 ഞാൻ പറഞ്ഞേ. രൂപതാ കച്ചേരിയിലെ മുഖ്യ വികാരി ജനറൽമാർ അങ്ങനെയുള്ളവരെ നിയമിക്കാൻ വൈദിക സമിതി ഉൾപ്പെടെ ആരുടെയും ആലോചന ചോദിക്കേണ്ടതില്ല. ചോദിക്കാം, അത് മെത്രാൻ ഇഷ്ടമുണ്ടെങ്കിൽ. ഈ വൈദിക സമിതി എന്ന് പറഞ്ഞത് വേറെ ഉപദേശക സമിതിയാണ്. രൂപത ചാൻസലർ, വൈസ് ചാൻസലർ, നോട്ടറി, രൂപത മെത്രാൻ ഇവരെയൊക്കെ സ്വതന്ത്രമായി തീരുമാനമെടുത്ത് നിയമിക്കാം. ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, മറ്റ് രൂപതകളിൽ നിന്ന് പോലും കൊണ്ടുവരാം, മറ്റ് സ്വയാധികാര സഭകളിൽ നിന്ന് പോലും കൊണ്ടുവരാം. രൂപത മെത്രാൻ പുറപ്പെടുവിക്കുന്ന ഡിക്രികളിൽ സഭാരേഖകളിൽ ചാൻസലർ ഒപ്പുവയ്ക്കണം. ഡിക്രി സഭാരേഖകളിൽ. എന്നാൽ ഇടയലേഖനം പോലുള്ള സർക്കുലറുകളിൽ ഒപ്പ് വേണ്ട. ചാൻസലർ രൂപതാ മെത്രാൻ്റെ തീരുമാനം അംഗീകരിക്കുന്ന ഒരു സുപ്പീരിയർ അതോറിറ്റി അല്ല, മറിച്ച് ആ തീരുമാനം രൂപതാ മെത്രാനിൽ നിന്ന് വരുന്നതാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഒരു നോട്ടറിയാണ്. വെറുമൊരു ഉദ്യോഗസ്ഥൻ നോട്ടറി സാക്ഷ്യപ്പെടുത്തലാണ്, അല്ലാതെ മെത്രാൻ്റെ മേലെ ഉള്ള ഒരു അധികാരമല്ല ചാൻസലർ. അങ്ങനെയൊക്കെ ചിലർ വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, മെത്രാൻ്റെ ഒപ്പുണ്ട്, ചാൻസലർ ഒപ്പില്ല അത്രേ എന്നതിന് ഉത്തരം പറയാ.
രൂപതാ മെത്രാൻ്റെ ഒപ്പുള്ള ഒരു ഭരണപരമായ രേഖയിൽ ഒപ്പിടാതിരിക്കാൻ ചാൻസലർക്ക് നിയമപരമായ അവകാശമോ അധികാരമോ ഇല്ല. മെത്രാൻ്റെ ഒപ്പുള്ള നിയമപരമായ ഭരണപര രേഖയിൽ ഒപ്പിടാതിരിക്കാൻ ചാൻസലർക്ക് പറ്റൂല. അതിനോട് വിയോജിപ്പുണ്ടെങ്കിൽ രാജിവെച്ച് പോകാം, പക്ഷെ ഒപ്പിടാതിരിക്കാൻ പറ്റില്ല. മെത്രാന്റെ നിർദ്ദേശം അനുസരിക്കാത്ത ചാൻസലറെ തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യേണ്ടതാണ്. ഇതൊക്കെ പൗരത്വ സഭകൾക്ക് വേണ്ടിയുള്ള കാനൻ നിയമം. ഇതനുസരിച്ചിട്ടാണ് എറണാകുളം വർക്ക് ചെയ്യണേ. എറണാകുളത്തിന് പൗരത്വ സഭ അല്ല എന്ന് പറഞ്ഞ് ലത്തീൻ സഭയാന്ന് പറഞ്ഞാലും അവിടെയും ഇതുപോലെയൊക്കെ നിയമങ്ങളുണ്ട്. ഇത് രണ്ടുമല്ലാതെ ഒരു പെന്തക്കോസ്ത് സഭയാകാനായിട്ട് പോകുകയാണെങ്കിൽ ഒക്കെ പോയിക്കോ. ലത്തീൻ സഭയിലാണെങ്കിലും സീറോ മലബാർ സഭയിലാണെങ്കിലും കത്തോലിക്ക സഭയുടെ ഉള്ളിലാണ് ഇതുപോലെ ചട്ടങ്ങളും നിയമങ്ങളും അനുസരിച്ച് പെരുമാറാൻ പറ്റും. ഇത് ഭീഷണിയല്ല. ഞാൻ പറയുന്നത് ഈ അനാവശ്യമായ ഈഗോ, എറണാകുളം അങ്കമാലി വൈദികർ വിമത വൈദികർ ആ അനാവശ്യമായ ഈഗോ വേണ്ടെന്ന് വെച്ചിട്ട് കർത്താവിനെ പ്രതി, സഭയെ പ്രതി ഐക്യതയുടെ പാതയിലേക്കും സ്വരുമയുടെ പാതയിലേക്കും വരിക എന്നുള്ളതാണ് സൊല്യൂഷൻ. ഇതിന് വേറൊരു സൊല്യൂഷൻ ഇല്ല. അതിനാൽ അനുസരിക്കുക. മാർപ്പാപ്പ പറയാണ്, ഞാൻ പറയല്ല, അനുസരിക്കുക. അനുസരിക്കാൻ മടിക്കുന്നവരെ അനുസരിപ്പിക്കുക. അത് മെത്രാനോട്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പേരാണല്ലോ നിങ്ങൾ ഒരു പല്ലവി പോലെ പാടിക്കൊണ്ടിരിക്കണേ എറണാകുളംകാർ. ആ മാർപ്പാപ്പയാണ് നിങ്ങളോട് പറയണേ, അനുസരിക്കുക, സഭയെ അനുസരിക്കുക, സീറോ മലബാർ സഭയുടെ മേലധികാരികളെ അനുസരിക്കുക. നിങ്ങളങ്ങനെ അനുസരിച്ചില്ലെങ്കിൽ സഭയ്ക്ക് ഉള്ളിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ അനുസരിപ്പിക്കും. സഭയ്ക്ക് ഉള്ളിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ അനുസരിപ്പിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ സഭയിൽ നിന്ന് പുറത്താക്കും. മഹ്റോൻ ശിക്ഷ ചൊല്ലിയിട്ടാണെങ്കിലും പുറത്താക്കും. അതിനുള്ള ചങ്കുറപ്പും അതിനുള്ള തീരുമാനങ്ങളും അതിന് പറ്റിയ നേതൃത്വവും ഞങ്ങൾക്കുണ്ട്. എന്ന് വെച്ചാൽ കത്തോലിക്ക സഭയിലെ സീറോ മലബാർ സഭയ്ക്കുണ്ട്. അതൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഞാൻ വീണ്ടും പറയുന്നത് ഭീഷണിയുടെ സ്വരമല്ല, നിങ്ങൾ പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു അഭ്യർത്ഥനയാണ്. അതിൻ്റെ രീതിയിൽ ഉൾക്കൊള്ളുമെന്ന് ഞാൻ വിചാരിക്കുന്നു.